PM കിസാൻ സമ്മാൻ നിധി ധനസഹായം കൈപ്പറ്റുന്ന കർഷകർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സുപ്രധാന അറിയിപ്പ് പുറത്തുവന്നിരിക്കുന്നു. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ആനുകൂല്യം പറ്റിപ്പോന്നവരിൽ നിന്നും തുക തിരികെ ഈടാക്കാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചതാണ് ഇതിലൊന്ന്. സർക്കാരിന്റെ രേഖകൾ പുനഃപരിശോധിച്ചതിനെ തുടർന്ന് അർഹതയില്ലാത്ത ചില ഗുണഭോക്താക്കൾക്ക് ഇതുവരെ കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച് നോട്ടീസുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദായ നികുതി അടയ്ക്കുന്നവർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയ പ്രൊഫഷണലുകൾ, മാസം 10,000 രൂപയോ അതിലധികമോ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ എന്നിവർക്കൊന്നും പദ്ധതി നിയമപ്രകാരം ആനുകൂല്യത്തിന് അർഹതയില്ല. ഈ വിഭാഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടികളും നോട്ടീസും നേരിടേണ്ടി വരുമെങ്കിലും യഥാർത്ഥ കർഷകർ ഇത്തരം വാർത്തകളിൽ പരിഭ്രാന്തരാകേണ്ടതില്ല. അതേസമയം യോഗ്യരായ കർഷകർക്ക് വലിയ ആശ്വാസം പകരുന്ന മറ്റൊരു വാർത്തയും പുറത്തുവന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിലും തടസ്സമില്ലാതെ ധനസഹായം ഉറപ്പാക്കുന്നതിനായി PM കിസാൻ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുകയാണ്. ഇതിനായി 3.15 ലക്ഷം കോടി രൂപ വകയിരുത്തി കഴിഞ്ഞു. പ്രതിവർഷം 6,000 രൂപ വീതം 2,000 രൂപയുടെ 3 ഗഡുക്കളായാണ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക എത്തുന്നത്. ഈ ധനസഹായം തുടർന്നും കൃത്യമായി ലഭിക്കുന്നതിനായി കർഷകർ അടിയന്തരമായി KYC പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത കർഷക ID സ്വന്തമാക്കുകയും വേണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ കർഷകർക്ക് ഈ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാവുന്നതാണ്. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.